ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ അറിയാം, ഒരുപാട് പേര് പഠിച്ച ലിസ്റ്റിൽ വരിക, ജോലി കിട്ടുക എന്നൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനേക്കാളും ഒരു ഇരട്ടി മധുരം എന്ന് തന്നെ പറയാം. നമ്മുടെ ഐശ്വര്യ രാജ് JSAയുടെയും അസിസ്റ്റന്റ് സയന്റിസ്റ്റിന്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാമില്ലേ, അത് രണ്ടിലും നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്നു. അങ്ങനെ JSAയുടെ ലിസ്റ്റിൽ വന്ന് എറണാകുളത്ത് ജോയിൻ ചെയ്തു. മാസങ്ങളെ ആയുള്ളൂ. അസിസ്റ്റന്റ് സയന്റിസ്റ്റിന്റെ ലിസ്റ്റിൽ വന്നു. മെയിൻ ലിസ്റ്റിൽ ടോപ്പ് റാങ്കിങ്ങിൽ തന്നെ വന്നു. അപ്പം അങ്ങനെ വന്ന് ആ ഒരു സന്തോഷത്തിലാണ് എനിക്ക് ഈ വീഡിയോ ചെയ്തത്. പക്ഷേ ഇന്ന് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം രാവിലെ ഐശ്വര്യ വിളിച്ചു പറഞ്ഞു, മിസ്സേ അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടിയെന്ന്. അപ്പോൾ ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാ. ഒരു പോസ്റ്റിൽ ഇരിക്കുക, അതേ ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ തന്നെ ഗസറ്റഡ് ഓഫീസറായിട്ട് മാറുക, വളരെ വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് നന്മകളുള്ള ഒരു കുട്ടി കൂടിയാണ് ഐശ്വര്യ. അതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാവാം, എന്ത് തന്നെയാണെങ്കിലും വളരെ വലിയ ഒരു ഭാഗ്യമാണ് ഐശ്വര്യയെ തേടിയെത്തിയിരിക്കുന്നത്. ഈ ഒരു വിജയം നേടിയ ഈ ഒരു അവസരത്തിൽ ഐശ്വര്യയ്ക്ക് എന്താണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്? എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി തരാനുള്ളത്? ഏത് രീതിയിലുള്ള എക്സാം പ്രിപ്പറേഷൻ ആണ് ഐശ്വര്യ നടത്തിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ. ഐശ്വര്യ റെഡിയാണ്, നമുക്ക് വേണ്ടി വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഹായ് ഐശ്വര്യ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. അപ്പോൾ ഐശ്വര്യ നമ്മുടെ ഫാക്കൽറ്റി ആയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്റ്റുഡൻ്റ് ആയി മാറി നമ്മുടെ ടീച്ചിങ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ വളരെ കുറച്ച് നാൾ മാത്രമേ ഫാക്കൽറ്റി ആയിട്ട് ഇരുന്നിട്ടുള്ളൂ. എങ്കിലും നമ്മുടെ JSA, അസിസ്റ്റന്റ് സയന്റിസ്റ്റ് തുടങ്ങിയ ബാച്ചുകളെ മിടുക്കിയായ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ ഐശ്വര്യ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ദെൻ ഐശ്വര്യയെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് കൂടുതലായി താല്പര്യമുണ്ട്. സോ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹലോ, എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ കറൻ്റ്ലി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെൻട്രൽ ലബോറട്ടറി എറണാകുളത്ത് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇപ്പോൾ റീസെൻ്റ്ലി പബ്ലിഷ്ഡ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റാങ്ക് ലിസ്റ്റിൽ എനിക്ക് 8th റാങ്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ BSc ബയോകെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയാണ് ചെയ്തത്, ഗവൺമെൻറ് വിമൻസ് കോളേജ് ട്രിവാൻഡ്രത്ത് നിന്ന്. ആൻഡ് എൻ്റെ മാസ്റ്റേഴ്സ് മൈക്രോബയോളജിയിലായിരുന്നു, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഞാൻ ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ, സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി എന്നിവയുടെ സെക്കൻഡ് ബാച്ച് ഓഗസ്റ്റ് 7 മുതൽ ആരംഭിക്കുന്നു. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫീസ് 6000 ആണ്. സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി ഫീസ് വരുന്നത് 8000 ആണ്. ഓക്കെ ഐശ്വര്യ, വളരെ മികച്ചൊരു വിജയം തന്നെയാണ് ഐശ്വര്യക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ആ ഒരു എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? അത് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഈ നേട്ടത്തിൽ 2 എക്സാംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ സെയിം ബോർഡിൽ വർക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷത്തോടെ തന്നെ നോക്കി കാണുന്നു. ആൻഡ് ഇപ്പോൾ എൻ്റെ എക്സാം പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ടും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമുക്കൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പ്ലാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് അതായത് മെയിനായിട്ടും പ്ലാനിന് മുന്നേ തന്നെ നമുക്ക് സിലബസിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ് എക്സാം പാറ്റേൺ, എങ്ങനെയാണ് എക്സാമിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, എത്ര ടൈമാണ് ഉണ്ടായിരിക്കുക, ഏതൊക്കെ, അതായത് സിലബസിനെ പറ്റി നല്ല ഒരു തറോ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ കോച്ചിങ് എടുക്കുന്നവരാണെങ്കിലും അല്ലാതെ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സിലബസിനെ പറ്റി നല്ല അറിവുണ്ടായിരിക്കണം, എന്തൊക്കെ അതിൽ നിന്ന് ചോദിക്കാം എന്നുള്ളതും. അതുപോലെ മാക്സിമം ടു മാക്സിമം MCQ പ്രാക്ടീസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു PSC സബ്ജക്റ്റ് റിലേറ്റഡ് എക്സാമിന് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഫുൾ ടൈം എക്സാം പ്രിപ്പയർ ചെയ്തിരുന്ന ഒരാളായിരുന്നു ആ ടൈമിൽ. സോ എനിക്ക് മറ്റ് കാര്യങ്ങളിലോട്ട് ടൈം വേസ്റ്റ് ആവാറുണ്ടായിരുന്നില്ല. അപ്പോൾ മാക്സിമം ടൈം എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, ഒരു ഫിക്സഡ് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫുൾ ടൈം നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ പൊമോഡോറോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എക്സ്റ്റെൻഡഡ് പീരീഡിൽ പഠിക്കുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി കുറയും. അപ്പോൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് 25 മിനിറ്റ്സ് പഠിക്കും, 5 മിനിറ്റ്സ് ബ്രേക്ക്, അങ്ങനെയുള്ള ഒരു 4 റൗണ്ട്സ് എടുത്തിട്ട് പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് തന്നെയാണ് പഠിക്കുമായിരുന്നത്. അത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ
അതുപോലെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ മെയിനായിട്ടും സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്യുമായിരുന്നു. അത് നമുക്ക് ക്വിക്ക് റിവിഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനോടൊപ്പം എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും ഫോളോ ചെയ്യുമായിരുന്നു. കാരണം നമുക്കൊരു പേഷ്യൻസ്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, മെൻ്റൽ സ്റ്റെബിലിറ്റി എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ ഫേസിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷനിലെ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ മുൻപ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് അല്ലെങ്കിൽ സെൽഫായി സ്റ്റഡി ചെയ്ത് PSC ടെക്നിക്കൽ എക്സാമിൻ്റെ മെയിൻ ലിസ്റ്റിലോ സപ്ലിമെൻ്ററി ലിസ്റ്റിലോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ ഫീസിൽ നിന്നും നിങ്ങളുടെ സ്കോളർഷിപ്പ് തുക മൈനസ് ആക്കിയ ശേഷം ബാക്കി എമൗണ്ട് മാത്രമേ പേ ചെയ്യേണ്ടതുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് നോക്കുക. ഓക്കെ ഐശ്വര്യ, അപ്പോ ഈ ഒരു വിജയത്തില് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി ഐശ്വര്യക്ക് ഇങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണുള്ളത്. ഈ ഒരു അവസരത്തിൽ കെമിസ്ട്രി ടിപ്സ് എത്രത്തോളം ഐശ്വര്യയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് വ്യക്തമാക്കാമോ? എൻ്റെ ഈ എക്സാം പ്രിപ്പറേഷനിൽ കെമിസ്ട്രി ടിപ്സ് എന്നെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് തന്നെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്ലാനിങ്ങിന് വേണ്ടി എനിക്ക് ഒരു ടൈമും എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം കെമിസ്ട്രി ടിപ്സിൽ ആദ്യം തന്നെ നമുക്ക് ഒരു പ്ലാൻ അവൈലബിൾ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എത്ര ടൈമാണ് ബാക്കിയുള്ളത്, 2 months ആയിരുന്നു പ്രിപ്പറേഷൻ ടൈം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ പോർഷൻ കവർ ചെയ്യണം, ഡെയിലി എന്ത് പഠിക്കണം, മന്ത്ലി എന്ത് പഠിക്കണം, വീക്ക്ലി എന്ത് പഠിക്കണം എന്നുള്ള പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരുന്നു. വിത്ത് റിവിഷൻ പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ആദ്യമേ തന്നെ ഒരു സമാധാനം ഉണ്ടാവും, ഓക്കെ നമുക്ക് ടൈമുണ്ട്, നമുക്ക് മാനേജ് ചെയ്യാം, പഠിച്ച് തീർക്കാം എന്നുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ മെറ്റീരിയൽസും അതുപോലെ റെക്കോർഡ് ക്ലാസ്സസും എല്ലാം കറക്റ്റ് ടൈമിന് തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വീക്ക്ലി ഒരു വീക്കിന് മുന്നേ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ആ വീക്കിൽ പഠിച്ച് തീർക്കേണ്ടതെന്നുള്ള ഇത് മാഡം പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ അതനുസരിച്ച് പഠിച്ച് പോവുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് മാക്സിമം MCQs പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടാണെങ്കിലും നമുക്ക് വീക്ക്ലി ബേസ്ഡ് ആയിട്ടാണെങ്കിലും ടോപ്പിക് വൈസും ഒക്കെ നമുക്ക് ഒരുപാടധികം MCQs ഉണ്ടായിരുന്നു. നമുക്ക് MCQs ആണ് മെയിൻ, പ്രാക്ടീസ് ചെയ്യേണ്ടത് MCQs തന്നെയാണ് PSC എക്സാംസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് മാക്സിമം അവൈലബിൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കത് വേറെ തിരഞ്ഞു പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. റിവിഷൻ എന്നുള്ള രീതിയിലും ഒരുപാടധികം MCQs പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസും ഉണ്ടായിരുന്നു. നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോർഷൻ അനുസരിച്ച് വീക്ക്ലി എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാംസിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ മുന്നിലോട്ടാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പഠിക്കാനുള്ള കൂടുതൽ മോട്ടിവേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഡെയിലി മാമിൻ്റെ ഒരു നമ്മൾ ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് മാമിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഭയങ്കര ഒരു റോൾ പ്ലേ ചെയ്തിട്ടുള്ളതാണ്. കാരണം അത് നമ്മളെ കൂടുതൽ പുഷ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ഡെയിലി തരുന്ന ടോപ്പിക്സിൽ നിന്ന് അന്ന് ഈവനിങ് തന്നെ വാട്സാപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മെത്തേഡും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ഇതിൻ്റെ പേരിലെങ്കിലും നമ്മൾ എന്തായാലും പഠിക്കുമായിരുന്നു. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് അത് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. മാത്രമല്ല ഇതിപ്പോൾ ഈ ഒരു എക്സാമൊക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റൊക്കെ ഒരുപാട് സബ്ജക്ട്സ് പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമായിരുന്നു. കെമിസ്ട്രി ആണെങ്കിലും ലൈഫ് സയൻസസ് പഠിച്ചവർക്കും എൻവയോൺമെൻറ്റൽ സയൻസ് പഠിച്ചവർക്കും ഒക്കെ എഴുതാവുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു റെക്കോർഡ് ക്ലാസ് ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന പോർഷൻസ് നമുക്ക് സ്കിപ്പ് ചെയ്ത്, അതായത് നോട്ട്സ് മാത്രം വായിച്ചാലാണെങ്കിൽ നമുക്കത് ഓക്കെ ആണെങ്കിൽ അത് മാത്രം ചെയ്തു പോകാം. ലൈവ് സെഷൻ നമുക്ക് കമ്പൽസറി അറ്റൻഡ് ചെയ്ത് നമ്മുടെ ടൈം അങ്ങനെ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ എക്സാം പ്രിപ്പറേഷനിൽ മെയിനായിട്ട് നമ്മുടെ ടൈം എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആണ്. അതിനെ നമുക്ക് എങ്ങനെ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ റെക്കോർഡ് ക്ലാസ്സസ് ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന പോർഷൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യാനും അതിൻ്റെ നോട്ട്സ് മാത്രം വായിച്ചു പോകാനും, അറിയാത്ത പോർഷൻസ് ആണെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ക്ലാസ്സസ് കണ്ട് മനസ്സിലാക്കി ചെയ്യാനും പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നോട്ട്സ് ആണെങ്കിലും പ്രോപ്പർ അറേഞ്ച്ഡ് ആയിരുന്നു. MCQസും പ്രോപ്പർ ടോപ്പിക് വൈസ് എല്ലാം അറേഞ്ച്ഡ് ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അത് എല്ലാം വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാം ടൈം അടുപ്പിച്ച് വന്നപ്പോൾ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡിസ്കഷനും ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ലൈവായിട്ട് നമുക്കറിയില്ല. നമ്മളൊരു ക്ലാസ് റൂം ക്ലാസ് അല്ല, അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഒരിതുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വാട്സാപ്പിൽ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുക, എല്ലാവരും റിപ്ലൈ ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുമാത്രമാണ് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവാനും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്ഫുൾ ആയിരുന്നു.
അതോടൊപ്പം തന്നെ ലാസ്റ്റ് നമ്മൾ തന്നെ കുട്ടികൾ പഠിക്കുന്നവർ തന്നെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ഗൂഗിൾ മീറ്റ് വഴിയും ഒക്കെ ഡിസ്കഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും എല്ലാം വളരെയധികം തന്നെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് എക്സാം സമയത്ത് ലാസ്റ്റ് ടൈമിലാണ് മാം എന്താണ് ക്വിക്ക് റിവിഷൻ ടിപ്സ് എന്ന് പറഞ്ഞത് ക്വിക്ക് റിവിഷൻ ക്യാപ്സ്യൂൾസ് പോലെ കുറച്ച് കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പഠിച്ച പോർഷൻസിനെ വളരെ ചുരുങ്ങിയ ടൈമിൽ തന്നെ ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ക്രിസ്പും ഷോർട്ടും ആയിട്ടുള്ള വീഡിയോസ് വിത്ത് നോട്ട്സ്, ബുള്ളറ്റ് പോയിൻറ്റ് നോട്ട്സ്, അതായത് ഓരോ ടോപ്പിക്കിനെ അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിനെയും ബേസ് ചെയ്തിട്ട് എല്ലാ സബ്ജക്റ്റിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സും വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസും ഒക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് പേഴ്സണലി ഫാക്കൽറ്റീസിനെ അറിയില്ല എങ്കിൽ കൂടിയും നമുക്ക് ആ ഒരു അവരുടെ ഒരു ആത്മാർത്ഥത നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു നമ്മൾ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു പുഷ് തരാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ പോലും ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ മാഡം ഉണ്ടായിരുന്നതും എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് ആണ് തോന്നിയിട്ടുള്ളത്. ഫുഡ് സേഫ്റ്റി ഓഫീസർ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് ഫീസ് വരുന്നത് 6000 ആണ്. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ മുൻപ് ടെക്നിക്കൽ PSC എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 1നും 20നും ഇടയിലാണ് റാങ്ക് വന്നിരിക്കുന്നതെങ്കിൽ 50% സ്കോളർഷിപ്പ് ലഭിക്കും. അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് 3000 രൂപ സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി 3000 മാത്രമേ നിങ്ങൾ അടയ്ക്കേണ്ടതുള്ളൂ. അതുപോലെ എബോവ് 20 റാങ്ക് ഇൻ മെയിൻ ലിസ്റ്റ് ദെൻ 2400 രൂപ 40% ആണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പായി ലഭിക്കുന്നത്. ഇനി നിങ്ങൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് വന്നിരിക്കുന്നതെങ്കിൽ 30% ടോട്ടൽ ഫീസിൽ നിന്നും നിങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നതാണ്. ഓൾഡ് സ്റ്റുഡൻസിന് 5% റിഡക്ഷൻ ലഭിക്കും. ഓക്കെ ഐശ്വര്യ, അപ്പോൾ നമ്മൾ പലരും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടും വിചാരിച്ച പോലെയുള്ള ഒരു റിസൾട്ട് കിട്ടാറില്ല. അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ എക്സാം എഴുതുന്ന ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതുന്ന നമ്മുടെ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളോട് ഐശ്വര്യയ്ക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇനി എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് എക്സാമാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ആ എക്സാമിൻ്റെ പാറ്റേൺ എന്താണ് ആ എക്സാമിൻ്റെ സിലബസ്, അതുപോലെ തന്നെ എത്ര ടൈമാണ് ആ എക്സാമിനുള്ളത്. അപ്പം പാറ്റേൺ ബേസ്ഡ് എന്ന് പറയുമ്പോൾ OMR ആണോ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണോ, അതുപോലെ തന്നെ എത്ര ടൈമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും പറ്റും. അതുപോലെ സിലബസിനെ പറ്റിയിട്ട് വളരെ നല്ലൊരു ഐഡിയ തന്നെ ഒരു എക്സാമിന് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ കറക്റ്റായിട്ട് നമുക്ക് എത്ര ടൈമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ചിട്ട് ഒരു പ്ലാനും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അതായത് എത്ര സമയം കൊണ്ടാണ് നമ്മൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആവില്ല. അതുപോലെ തന്നെ വളരെ സമാധാനത്തോടുകൂടി കാമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാം എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്സൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ പൊമഡോറോ ടെക്നിക്സൊക്കെ നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷനൊക്കെ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ കാമായിട്ട് റിമെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കോച്ചിങ് എടുക്കാനായിട്ട് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് ടൈം അതിൽ നിന്ന് സേവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇപ്പോൾ പ്ലാൻ ഉണ്ടാക്കുക അതിനൊക്കെ നമ്മൾ പേഴ്സണലി നമുക്ക് പറ്റാത്ത കാര്യമൊന്നുമല്ല, പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം വളരെ ലിമിറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കോച്ചിങ് എടുക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ ടൈം പഠിക്കുന്നതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതായത് നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ജോബാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ചിലർ നൈറ്റിലായിരിക്കും, ചിലർ മോർണിംഗിലായിരിക്കും. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അത് മാത്രമല്ല ഞാൻ അതനുസരിച്ചിട്ടായിരുന്നു എൻ്റെ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ദിവസം എന്താ പഠിക്കാനുള്ളത് എന്നുള്ളത് തലേ ദിവസമേ തന്നെ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരത്തില്ല. ഇനിയിപ്പോൾ ഏതാ പഠിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് വരത്തില്ല. അങ്ങനെയും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തും എല്ലാം കൺസിഡർ ചെയ്യണം. പിന്നെ ഈ റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് ഒഴിവാക്കുക. കാരണം അത് നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക.
ബാക്കിയെല്ലാം റിസൾട്ട്സ് എല്ലാം നമുക്കത് കിട്ടിക്കോളും. നമ്മൾ നന്നായിട്ട് 100% ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് ഇനി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത്. എല്ലാവർക്കും കഴിയുന്ന കാര്യം തന്നെയാണ്. സ്മാർട്ടായിട്ടും നിങ്ങളുടെ ടൈം വളരെയധികം പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുക, പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, പോസിറ്റീവ് മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. പിന്നെ എന്താണ്, കറക്റ്റായിട്ട് റിവിഷൻ ചെയ്യുക, നോട്ട്സൊക്കെ ബുള്ളറ്റ് അതായത് ഷോർട്ട് നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ ആണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പറയുന്നത് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി ആൻഡ് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ് എന്നീ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുന്നവരെ കുറിച്ചാണ്. അവർക്ക് ഫീസ് വരുന്നത് 8,000 ആണ്. 20 റാങ്കിനുള്ളിലായിട്ടാണ് നിങ്ങളുടെ റാങ്ക് ഉള്ളതെങ്കിൽ 50% സ്കോളർഷിപ്പ് ലഭിക്കും. എബോവ് 20 റാങ്ക് ആണെങ്കിൽ 40% ലഭിക്കും. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ 30% ലഭിക്കും. ഓൾഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ 400 ആണ് നിങ്ങൾക്ക് റിഡക്ഷൻ ലഭിക്കുന്നത്. ഓർക്കുക, ഈ സ്കോളർഷിപ്പ് ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓഗസ്റ്റ് 7 വരെ മാത്രം. ഓഗസ്റ്റ് 7 ശേഷം ഫുൾ പേയ്മെൻറ്റ് അടച്ച് ജോയിൻ ചെയ്യേണ്ടതായി വരും. സേഫ്റ്റി ഓഫീസർ ആൻഡ് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി മാത്രമാണ് ഓഗസ്റ്റ് 7 സെക്കൻഡ് ബാച്ച് തുടങ്ങുന്നത്. ദെൻ നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റും സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റും പുതിയ സിലബസ് വന്നതിന് ശേഷമായിരിക്കും പുതിയ ബാച്ച് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ബാച്ചിലോട്ട് തന്നെ അഡ്മിഷൻ നൽകുന്നതാണ്. മാത്രമല്ല ഫൈനൽ ബാച്ച് തുടങ്ങുമ്പോൾ എല്ലാവരെയും അതിലോട്ട് മാറ്റുകയും ചെയ്യും. 0 മുതൽ നിങ്ങൾക്ക് വീണ്ടും പഠിച്ചു തുടങ്ങാം. ഫുഡ് സേഫ്റ്റി ഓഫീസർ ആൻഡ് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് 7 മുതൽ പുതിയ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളെ അതിലോട്ട് മാറ്റുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ ഞാൻ മാമിനോടും കെമിസ്ട്രി ടിപ്സിൻ്റെ ഓൾ ഫാക്കൽറ്റീസിനോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എന്നെപ്പോലെ തന്നെ ഇനിയും ഒരുപാടധികം കുട്ടികൾക്ക് കെമിസ്ട്രി ടിപ്സിൻ്റെ സഹായത്തോടു കൂടിയും മാമിൻ്റെ ഒരു മെൻറ്റർഷിപ്പോടു കൂടിയും അവരുടെ ഡ്രീം ജോബ്സൊക്കെ ലഭിക്കട്ടെ, എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ ഐശ്വര്യ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് തിരക്കിനിടയിലും ഇത് പറയാൻ കാരണം നമ്മുടെ JSA പോസ്റ്റിൽ അപ്പോയിന്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് പറയുകയുണ്ടായി, ഒത്തിരി വർക്ക് ഉണ്ട് മിസ്സേ, തീരെ സമയം കിട്ടുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. ഈ ഒരു തിരക്കേറിയ ഷെഡ്യൂളിനിടയിൽ 2 വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പറയാൻ മാറ്റിവെച്ച ആ നല്ല മനസ്സിന് 1000 നന്ദി. പേര് പോലെ തന്നെ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം, ഒത്തിരി നേട്ടങ്ങളും സന്തോഷങ്ങളും ഇനിയും ഐശ്വര്യയുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.